ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ സാറ്റർഡേ ജോബിൻ ചേട്ടനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്നൊരു പ്ലാൻ ഇട്ട് നമുക്കൊന്ന് ട്രിപ്പ് പോയാലോ എന്ന്. അപ്പോൾ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു കാന്തല്ലൂർ മറയൂർ പോകാമെന്ന്. മൂന്നാർ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള കാരണം ഈ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു ട്രിപ്പ്, അങ്ങനെ അല്ലാണ്ട് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞങ്ങൾ റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക, അവിടേക്ക് പോണ വഴിയിൽ പാസ് എടുക്കാണ്ടായിരുന്നു. അപ്പോൾ പാസ്സൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്താറായി. അങ്ങനെ മറയൂർ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4 മണിക്ക് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പോയി അവിടെ റൂമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ റൂമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 റൂമാട്ടോ എടുത്തത്. ചെറിയ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെയും ജോബിൻ ചേട്ടൻ്റെയും റൂമായിരുന്നു. മറ്റേ റൂം അങ്ങനെ 2 റൂമായിട്ട് എടുത്തത്. പക്ഷേ കുറച്ച് നേരത്തേക്ക് ജസ്റ്റ് നമുക്കൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളൊരു 4:30 ആയപ്പോൾ എത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 8 മണി 9 മണി ചെന്ന വഴി നന്നായിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ വന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ സമയം 9 മണിയായത് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ മറയൂർ ജസ്റ്റ് അധികം സ്ഥലങ്ങളൊന്നുമില്ല കാണാൻ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത്ര തന്നെയായിരുന്നു. മൂന്നാർ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളത് കാരണം പിന്നെ മൂന്നാർക്ക് പോകണ്ടെന്ന് വിചാരിച്ചു. ടൈം ഉണ്ടെങ്കിൽ വട്ടവട കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ കാണിച്ചത്. ഇതാണ് ഫ്രണ്ട് ഏരിയ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉണ്ണി അതിനനുസരിച്ച് പറയാൻ കേട്ടോ. ഞാൻ എന്ത് ഉണ്ണിയോട് വർത്താനം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ണി കൂടെ പറയണത്. ഇതാണ് ഫ്രണ്ട് ഏരിയ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ലേ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദോശയും ചമ്മന്തിയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഏറ്റവും ഫസ്റ്റ് എവിടേക്ക് പോയെന്ന് കാണിച്ചു തരാം. മറയൂർ കാന്തല്ലൂർ മൂന്നാർ ട്രിപ്പാണ് നമ്മുടെ. അപ്പം ഞങ്ങൾ ഇന്നലെ നൈറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ മറയൂരായിരുന്നു നമ്മുടെ സ്റ്റേ. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ഫാക്ടറി ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇത് ക്രിസ്ത്യൻസിൻ്റെ ഒരു ഫാക്ടറിയാണ്. സെൻറ്റ് ജോസഫ് എന്നെങ്ങാണ്ടാണ് പേര് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുടിൽ വ്യവസായം പോലെ ചെറിയ രീതിയിലൊക്കെ മറയൂർ ശർക്കര വിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ ശരിക്കും ഇനി പോകുന്നവർ എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുടിൽ വ്യവസായം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ശർക്കരയും വാങ്ങാം. അതുപോലെ തന്നെ കാണാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് അവരും പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ നേരെ ഫാക്ടറിയിലേക്കാണ് ചെന്നത്. അവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. പിന്നെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. പക്ഷെ നമ്മൾ പോണ വഴിയിൽ നേരത്തെ പറഞ്ഞ പോലെ കുടിൽ വ്യവസായം പോലെ കുറേ ശർക്കര ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് കയറി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചാർജൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കരിമ്പ് തോട്ടം. നമ്മുടെ ഫാക്ടറിയുടെ അടുത്തുള്ള ഫുള്ള് കരിമ്പ് തോട്ടങ്ങളാണ് കേട്ടോ. ആ കരിമ്പ് തോട്ടത്തിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക ശർക്കര ഉണ്ടാക്കുന്നത്. അതാണ് 2 സൈഡിലും വലിയ കരിമ്പ് തോട്ടം, അതുപോലെ തന്നെ വലിയ പാറകളുമാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ജീപ്പുകൾ ഓഫ് റോഡ് നമുക്ക് പോകണമെങ്കിൽ പോയി. ഞങ്ങൾ ഓഫ് റോഡൊന്നും പോയില്ല ഉണ്ണി ഉള്ളത് കൊണ്ട് തന്നെ. നമ്മുടെ വണ്ടിയിൽ പോകാൻ അത്രയും പറ്റണത്രയും പോയി. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഇറങ്ങി നടന്നു. അപ്പോൾ നമ്മൾ മറയൂർ ശർക്കരയുടെ ഫാക്ടറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫാക്ടറിയുടെ അവിടെ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സെൻറ്റ് ജോസഫ് ഫാക്ടറി. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ എൻട്രൻസിൽ തന്നെ, അതായത് ഫ്രണ്ട് ഓഫീസിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ എന്താ പറയുക പാസ് ഒക്കെ എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ഒരു ആൾക്ക് 50 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് നമുക്ക് വേണ്ട ശർക്കരയും, മറയൂർ ശർക്കര, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന കുറുക്കിലിടുന്ന ശർക്കര, അതുപോലെ മിഠായി സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് ഓട്ടോമാറ്റിക് മെഷീനാണ്.
നമ്മൾ ജ്യൂസിലേക്ക് കൊടുത്തിട്ട് അതിന് വേസ്റ്റ് അതിലോട്ടാണ്. വേസ്റ്റ് നമുക്ക് സമയം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറ്റാണ്ട് പറയുന്നത്. അപ്പോൾ ഈ സമയം കഴിഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ആ വൈദ്യുതി നമുക്ക് അവിടുത്തെ ടാങ്ക് അവിടെ നമ്മൾ ഫിൽറ്റർ ചെയ്താണ് സ്റ്റോറേജ്. അതിൽ നമുക്ക് ആവശ്യമുള്ള ജ്യൂസ് സമയം ഉണ്ടാക്കുന്ന ജ്യൂസ് നമുക്ക് 1 മണിക്കൂർ കൂടുതൽ സ്റ്റോറേജ് വെക്കാൻ പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം ജ്യൂസ് എടുക്കാം. വരും. അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് കിട്ടുന്ന ശർക്കരയാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാക്ടറിയിൽ മറയൂർ ശർക്കരയ്ക്ക് റേറ്റ് കൂടുതലാണ്. സാധാരണ വീടുകളിൽ കൊടുക്കണേക്കാളും നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. 10-20 രൂപയുടെ 10-20-30 രൂപയുടെ എങ്ങാണ്ട് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ സാധാരണ റേറ്റിനേക്കാളും. ഞങ്ങളിവിടുന്ന് ശർക്കരയൊന്നും വാങ്ങിയില്ല, പക്ഷേ കുറുക്കിൻ്റെ സാധനം മാത്രം വാങ്ങി. അത് നമുക്ക് 3 മാസം വരെ പുറത്ത് വയ്ക്കാം. 3 മാസത്തിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം അവർ പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, കെമിക്കൽസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു 3 മാസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഫ്രിഡ്ജിലത് എടുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ഇവിടുത്തെ ഫാക്ടറിയുടെ കാര്യങ്ങൾ. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി ഈ വീഡിയോയിൽ നോക്കി നിന്നിട്ടാണ് കേട്ടോ ഓരോന്ന് പറയണത്. കിലോ 150. ഈ ചുക്ക് ജീരക ഏലക്ക ആഡ് ചെയ്തത് കിലോ 200. ഇത് ഈ പ്ലെയിനിൻ്റെ പൗഡറാണ്. ഇത് നമ്മൾ കുട്ടികൾക്കും പിന്നെ കുറുക്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ, ഷുഗറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ½ kg സാമ്പിൾസ് ചെക്ക് ചെയ്തത് മിഠായി എടുക്കുന്നതാണ് കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് ഫുഡിൽ യൂസ് ചെയ്യാം. കല്ലും മണ്ണും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ തരും. ടേസ്റ്റ് ചെയ്യാൻ തരും. അങ്ങനെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പം നല്ല ചൂട് മിഠായിയും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 2 ബോക്സ് മിഠായിയും വാങ്ങി. പിന്നെ അതുപോലെ തന്നെ ഉണ്ണികൾക്ക് കുറുക്ക് കൊടുക്കണതിൻ്റെ ഉള്ളതും വാങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്നത് നേരെ തന്നെ ഒരു വാട്ടർഫോൾസിലേക്കാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അതിൻ്റെ പേര് അറിയില്ല, പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പേര് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ കാന്തല്ലൂർ എത്തി. കാന്തല്ലൂരാണ് ഈ സ്ഥലം ഉള്ളത്. അടിപൊളി വാട്ടർഫോൾസാണ്. സീസണിലാണെങ്കിൽ കിഡിലിനായിരിക്കും. നമുക്ക് അതിൻ്റെ അടിയിൽ നിൽക്കാനൊക്കെ നല്ല രസമാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളായിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ അതുപോലെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും വണ്ടി വരികയാണെങ്കിൽ കുറച്ച് പാടാണ് മുന്നോട്ട് പോകാനും ബാക്കോട്ട് പോകാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇരച്ചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ്. ഒരു ഓഫ് റോഡ് പോലത്തെ വഴിയാണ് കേട്ടോ. ജീപ്പിൽ ഓഫ് റോഡായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇതാണ് ഓഫ് റോഡ് പോകുന്ന ജീപ്പുകൾ. കൂടുതൽ ആൾക്കാരും ജീപ്പുകളിൽ തന്നെയാണ് വരുന്നത്.
കാർ എല്ലാവരും അവിടെ ഇട്ടിട്ട് ജീപ്പിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ കാറിൽ തന്നെയാണ് കേട്ടോ താഴേക്ക് വരുന്നത്. കുഴപ്പമില്ല, വഴിയുന്നുണ്ട്. പക്ഷെ വഴിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ വലിയ വീതി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു വണ്ടി ബാക്ക് പോയിട്ട് വേണം, റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം അടുത്ത വണ്ടി പോകാനായിട്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അടിപൊളി കിഡിലൻ ലൊക്കേഷനാണ്. സീസൺ ടൈമിലാണെങ്കിൽ സൂപ്പറായിരിക്കും കാണാനായിട്ട്. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. കൂടുതൽ ആൾക്കാരും എന്താ പറയുക, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കാണാൻ വന്ന വെള്ളച്ചാട്ടത്തിലാണ്. അവിടെ ഇറങ്ങാനൊക്കെ പറ്റും, നല്ല രസമാണ്. വലിയ കട്ടിയിൽ വെള്ളം വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിയിലൊക്കെ നിൽക്കാൻ പറ്റും. കിഡിലനാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഈ വെള്ളച്ചാട്ടം. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ഇത് കാണുന്നത് തന്നെയാണ്. സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വന്ന സമയത്ത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളിതാ ലഞ്ച് കഴിച്ചു. എല്ലാവരും മീൽസും ഞാനൊരു ബിരിയാണി മാത്രമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് കേരള സ്റ്റൈലും ഉണ്ട്, തമിഴ്നാട് സ്റ്റൈലും ഉണ്ട്. ബോർഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. ഉണ്ടാക്കിയത് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മീൽസ് വേണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഭ്രമണം വ്യൂ പോയിൻ്റാണ്. നമ്മുടെ ഭ്രമണം മോഹൻലാലിൻ്റെ സിനിമയിൽ ഭ്രമരം സിനിമയിൽ മോഹൻലാലിൻ്റെ, അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലും ഫോറസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നൈറ്റ് വന്ന സമയത്ത് മാനും അതുപോലെ തന്നെ പന്നിയും ഒക്കെ വലിയൊരു പോത്തൊക്കെ ഉണ്ടായിരുന്നു. ആന ഉണ്ടെന്നാണ് ഫോറസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പക്ഷേ അതിനൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുനിയറയും കാണാൻ പോകുന്നുണ്ട്. മുനിയറ ടൈം ഉണ്ടെങ്കിലേ പോകാൻ പറ്റും. നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് മുനിയറ കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ലൊക്കേഷൻ. രണ്ട് സൈഡിലും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും യൂക്കാലി മരങ്ങളാണ്. ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പൊക്കെ ഇവിടെ നല്ല ക്ലൈമറ്റ് കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അത്രയ്ക്ക് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കൊടൈക്കനാലിൽ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഇത് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും. ജൂൺ ജൂലൈ ടൈമിലാണ്. പിന്നെ അതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് ആപ്പിൾ തോട്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, സ്ട്രോബെറിയുടെ തോട്ടങ്ങളുണ്ട്, റോസിൻ്റെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെയൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുന്നത്. ഈ പോകുന്ന വഴിയിൽ കുറേ ഫ്രൂട്ട്സ്, ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കാരുണ്ട്. നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ടുകൾ നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇവിടെ വന്ന് റൂം കിട്ടാൻ കുറച്ച് പാടാണ്. റിസോർട്ടുകൾ നോർമൽ റൂമുകൾ കിട്ടാൻ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഭ്രമരം വ്യൂ പോയിന്റ് കാണാനാണ്.
ഇപ്പോൾ ജീപ്പിലാണ് ട്രക്കിംഗ് ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കണം എന്നാണ് പറഞ്ഞത്. എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. സോ നമുക്ക് പോവാം. എന്താ ജീപ്പുകളിലാണ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ഭ്രമണം സിനിമയുടെ വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ഓഫ് റോഡ് ഉണ്ട്. പക്ഷേ ഒരു 20 മീറ്റർ 30 മീറ്റർ ഒക്കെ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ അത് കാരണം ഞങ്ങൾ മേളിൽ വണ്ടി നിർത്തിയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറുമാടങ്ങളുണ്ട്, നമുക്ക് ഇറങ്ങി കയറാം. ഇവിടെയും ഒരാൾക്ക് 20 രൂപയാണ്. അങ്ങനെ നമ്മൾ പാസ് എടുക്കുക. പ്രത്യേകിച്ച് പാസ് എടുക്കാൻ ഒരാൾ ഇരിക്കുന്നുണ്ട്, അല്ലാണ്ട് ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മളിത് പാസ് എടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ മേളിൽ വരണോടത്ത് വണ്ടി നിർത്തിനോടത്ത് സ്ട്രോബെറി ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വാങ്ങാം. ദാ ഇവിടെ പ്രത്യേകിച്ച് പാസ്സൊന്നും ഇല്ല. ഈ പുള്ളിക്കാരൻ നമ്മൾ കടന്നു പോകുമ്പോൾ 20 രൂപ വെച്ച് എല്ലാവരിൽ നിന്നും വാങ്ങും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾക്ക് പുൽത്തൈൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പുൽത്തൈൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ ജോബിനാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പോയി. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നടന്നപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായി. ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അതുപോലെ ഈ കാണുന്നതാണ് ഏറുമാടം. നമുക്ക് ഇവിടെ കയറി ഇരിക്കാം, ഫോട്ടോസ് എടുക്കാം, സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ഏറുമാടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ആ വ്യൂ പോയിൻ്റാണ്. അത് കിഡിലം വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഒരു ടൈമിൽ 7 പേർക്ക് മാത്രമാണ് നമ്മുടെ ഈ ഏറുമാടത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. കൂടുതൽ ആൾക്കാർക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ 7 പേര്, അങ്ങനെ പ്രത്യേകിച്ച് 7 പേര് തന്നെ കയറണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആരും നിൽക്കണമൊന്നുമില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇതിൻ്റെ ഉള്ളിലാണ് പുൽത്തൈലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. ഇത് ക്രാസ് ഓയിൽ, യൂട്ടിലിറ്റക്സ്, ഓർക്കാണ്ട് കാട്ടുതേര്. ഇതെന്താ ഓയില്? 5 നിമിഷമാ. പുൽത്തൈലും തേനുണ്ട്, പാഷൻ ഫ്രൂട്ട്, മറ്റേ പേര, ഇത് ഓറഞ്ച്, മറ്റേ സീതപ്പഴം. വ്യൂ പോയിന്റ് എവിടെയാ? കാണിച്ചത് ഇവിടെ ഒന്നും വേണ്ട. ഇതിലെന്താ? ഇതിലൊന്നുമില്ല. എത്ര അതെന്താ? അത് വെള്ളം. ഇതാണ് പുൽത്തൈലുണ്ടാക്കുന്ന മെഷീൻ അല്ലേ? തൃശ്ശൂര്. പുൽത്തൈലൊന്നും വാങ്ങിയില്ല. പക്ഷെ ഓറഞ്ച് ടേസ്റ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചെടികളും ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് വ്യൂ പോയിന്റിലേക്കാണ്. നമ്മൾ കാത്തിരുന്ന അടിപൊളി വ്യൂ പോയിന്റ്. നമ്മൾ അന്ന് മുമ്പ് വട്ടവടയിൽ പോയ സമയത്ത് ഇതുപോലൊരു വ്യൂ പോയിന്റ് കണ്ടു. വട്ടവട പോകുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണിതും. ഇതാണ് മേളിൽ ചെന്നിട്ട് നമ്മുടെ ഏറുമാടത്തിൻ്റെ പ്രത്യേകത. അതാ കണ്ട, ഇവിടെ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ 7 പേര് കൂടുതൽ കയറാൻ പറ്റില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മേളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഏറുമാടുണ്ട്. ഇതാണത്. ഇനി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ്. പക്ഷെ 2 സൈഡിലും പോകുന്ന വഴിയിൽ പുൽത്തൈലത്തിൻ്റെ പുല്ലില്ലേ, ആ പുല്ല് ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കാനുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് ആൾക്കാർ. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി. കിഡിലെ വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് നോക്കാനായിട്ട്. അങ്ങനെ വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ തിരിച്ചിറങ്ങാമെന്ന് പോകുന്ന വഴിയിൽ നമുക്ക് മുനിയറ വെച്ചിട്ടൊരു പാർക്ക് ഉണ്ട്. ഞങ്ങൾ ആ പാർക്കിൽ കയറിയില്ല. പക്ഷെ ഞാൻ മുനിയറ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. മുനിയറ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ കേട്ടിട്ടില്ലേ,
അതന്നെ മുനിമാർ തപസ് ചെയ്ത്, അതായത് 2 വലിയ പാറക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ ക്രോസ് ആയിട്ട് ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടാണ് മുനിമാരൊക്കെ തപസ് ചെയ്തതെന്ന് എന്നാണ് പറയുന്നത് ആ മുനിയറ. പിന്നെ അതുപോലെ പോകുന്ന വഴിയിൽ ഈ ഒരു പാർക്ക് കണ്ടു. ഗായ്സ്, മുനിയറ ഞങ്ങൾ കണ്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു പാർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കയറണമെങ്കിൽ അവിടെ കയറാം. ഈ നമ്മൾ ഭ്രമര വ്യൂ പോയിന്റിൽ നിന്ന് മേളിലേക്ക് കയറി പോകുന്ന വഴിയിൽ, അത് തിരിച്ചു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് അവിടെ കയറണമെങ്കിൽ കയറാം. സൈഡിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ, അതിൻ്റെ മുനിയറ കാണാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ വട്ടവടയിൽ പോകുന്ന പ്ലാൻ ഞങ്ങൾ ക്യാൻസലാക്കി. കാരണം ഇപ്പം തന്നെ സമയം 5 മണിയായി. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന കാരണം തന്നെ ലീവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് വീട്ടിൽ എത്താം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ട്രിപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞങ്ങൾ വിചാരിച്ചു ടൈം എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വട്ടവട കാണാമെന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.